എൻ്റെ പേര് അനുരഞ്ജ്, കണ്ണൂരാണ് വീട്. അപ്പോൾ ഞാൻ വിഷ്വൽ മീഡിയ, പിന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചെറുതായിട്ട് ട്രേഡിങ്ങിൻ്റെ ചെറിയ ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം. അതുതന്നെയാണ് മെയിൻ. അത് പറയുകയാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് 1-2 ഇയേഴ്സായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി റിസർച്ചും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് മോഡൽ തന്നെയാണുള്ളത്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി മില്യൺ ഡോട്ട്സ് കണ്ടു, അറിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുത്തെ അവരെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇവിടെ കോഴ്സ് ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്, ഏതാണ് താല്പര്യം അതെടുക്കുക. അങ്ങനെ എടുത്തു. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഫീസ് പലരും പറയുന്നത് മീൻസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം ഓഫ്ലൈനാണ്. നമ്മൾ ട്രേഡിങ് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഓൾറെഡി വേൾഡിൽ കിടക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് എന്താ പറയുക, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വേറെ എവിടെയും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ട്രൈ ചെയ്യാനാണ് ഓഫ്ലൈനായിട്ട് തന്നെ എടുത്തത്. അപ്പോൾ ഇവിടെ വന്നു. ഇവിടുത്തെ ഓൾമോസ്റ്റ് 4 ടീച്ചേഴ്സ് നമ്മളെ അവരവരുടെ രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയി. ഓൾമോസ്റ്റ് 1 മന്ത് ആണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1 മന്തിൻ്റെ ആ ഒരു ഫാക്ടറിൽ തന്നെ നമുക്ക് ബാക്കി റെസ്റ്റ് ഓഫ് ദി ലൈഫിൽ നമുക്ക് എത്രത്തോളം ബെറ്റർ ആക്കിയിട്ട് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പം തന്നെ ഉണ്ട്. അതുതന്നെ ധാരാളമാണ്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ കോഴ്സ് ടൈമിൽ ഓപ്ഷൻസാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. കാരണം മണി മാനേജ്മെൻറ്റും ഇതൊക്കെ പഠിപ്പിച്ച അനുസരിച്ച് നമുക്കൊരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മണി നമുക്ക് ട്രൈ ചെയ്യാൻ, അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എനിക്കറിയാം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും അത് വെച്ച് നടക്കില്ല എന്നറിയാം. അപ്പോൾ ആ പൈസ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബെറ്റർ ഓപ്ഷൻ ആൻഡ് സ്വിങ് ആണ്. അല്ലെങ്കിൽ സ്വിങ് സ്റ്റോക്കിലാണെങ്കിൽ തന്നെ ഒരു ചെറിയൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓപ്ഷണൽ ബൈയിങ് ആണ്. സെല്ലിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സ്വിങ്ങും ചെയ്യും. അത്യാവശ്യം ക്യാപിറ്റൽ ബിൽഡ് ചെയ്തിട്ട് സ്വിങ്ങും എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ട്. അതുതന്നെയാണ്. നോളജ് വൈസ് നിങ്ങൾക്ക് സ്വിംഗ്, ഓപ്ഷൻ ബൈയിങ് ഇങ്ങനത്തെ സ്പേസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതെ. പക്ഷേ ഓപ്ഷൻ ബൈയിങ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫുൾ ടൈം പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളതുകൊണ്ട് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. അതെ. പിന്നെ അതിലൂടെ ഒരു പാരലൽ ഒരു സെക്കൻഡറി ഇൻകം ആയിട്ട് സ്വിംഗും യൂസ് ചെയ്യാം, ചെറിയ ക്യാപിറ്റൽ. അതെ, ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്വിംഗ് ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇൻവോൾവ് ആയിട്ട് നിൽക്കേണ്ട. അഥവാ എനിക്കിപ്പോൾ എൻ്റെ വേറൊരു പാഷൻ വൈസ് എനിക്ക് മീഡിയ ഫീൽഡ് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മീഡിയ വൈസ്ഡ് ഞാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് രാവിലെ എടുത്ത് ഒരു സ്വിംഗ് ട്രേഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കതിൽ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാം, ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലും ട്രൈ ചെയ്യാം. ട്രേഡിങ് ഗാംബ്ലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് കുറേ കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് കോൺസെപ്റ്റിലൊന്നാണ് ഈ ട്രേഡിങ്. എനിക്ക് കോഴ്സ് ടൈമിൽ ഞാൻ ഫസ്റ്റ് എടുത്ത ട്രേഡ് എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു. ഞാൻ സ്കാൽപ്പിംഗ് എൻട്രി എടുത്തത് 5 മിനിറ്റിൽ എൻട്രി ചെയ്തു, എക്സിറ്റ് ചെയ്തു. ആ ഒരു ടൈം ഉണ്ടായ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അത്രക്കും പീക്കാം. മീൻസ് അത് ഇതിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് അറിയില്ല. നമ്മളെ പഠിപ്പിച്ച യേതു സാറായാലും നയൻഡ്ര സാർ എല്ലായിടത്തും ഞാൻ പറഞ്ഞു ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണ്. പക്ഷേ സെക്കൻഡ് ട്രേഡ് ഞാൻ ഉദ്ദേശിച്ച പ്രോഫിറ്റ് വന്നില്ലെങ്കിലും പ്രോഫിറ്റിൽ എൻട്രി ചെയ്തു. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് വലിയൊരു ഹാപ്പിനെസ്സോ എന്നാൽ സാഡ്നെസ്സോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഒരു അൺസാറ്റിസ്ഫൈഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. കാരണം കിട്ടിയ പ്രോഫിറ്റ് ഇല്ല, എന്നാൽ ലോസ് അടിച്ചില്ല. തേർഡ് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ അത് ലോസാണ്. ബട്ട് എനിക്ക് ഫസ്റ്റ് ടൈം എനിക്ക് പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ലെവലിൽ സങ്കടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടുണ്ടായില്ല വെച്ചാൽ കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞു. മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും കഴിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് അടുത്ത ട്രേഡ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ലോസ് ആയിക്കോട്ടെ, വീണ്ടും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം ഇവിടെ പഠിച്ചതിന് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര സംഭവമാണ്. ഇപ്പം പഠിച്ചു കഴിഞ്ഞില്ല, എഡ്യൂക്കേഷൻ കഴിഞ്ഞില്ല, ബേസിക് കാര്യങ്ങളൊക്കെ. അതെ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീലാൻസ് വർക്കറിൻ്റെ പ്രത്യേകിച്ച് കാര്യം അറിയാം. അവർക്ക് എല്ലാ ദിവസവും വർക്ക് ഉണ്ടാവണമെന്നില്ല. എപ്പോഴാണോ അവർക്ക് വർക്ക് വരുന്നത് അന്നേരമാണ്. അപ്പോൾ ബാക്കിയുള്ള ടൈമൊക്കെ നമുക്ക് ബോണസാണ്. ഒരു ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും ഈ ഫ്രീലാൻസ് വർക്കേഴ്സിന് വർക്ക് ഉണ്ടാവുക. ബാക്കിയുള്ള 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാർക്കറ്റിൽ നമുക്ക്
പഠിക്കാനും അതേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത്രയും ടൈമുണ്ട്. ഇനി ആണെങ്കിൽ തന്നെ ഈ ഫ്രീലാൻസ് അതേപോലെ ഫിക്സ്ഡ് ഇൻകം ഉണ്ടാവില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡിങ് ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. ഫുൾ ടൈം മെയിൻ കോഴ്സ് ഇൻകമായിട്ട് എനിക്ക് ട്രേഡിങ് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഡ്രീംസ് കാര്യങ്ങളൊക്കെ അവർക്ക് ആദ്യം അവരുടെ ഒരു നോളജ് കുറവുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് എതിർത്തില്ല. കാരണം അവർക്കും ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും അറിയാം. മീൻസ് ഓഹരി എന്താണ്, ഓഹരി അവർക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഓഹരി വിപണി എന്താണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഫുള്ളായിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവൽ അവർക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവർ ഓക്കെയാണ്. അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ഇവിടെ നിന്നത്. 2 വർഷമായിട്ട് ഇതിൻ്റെ ബാക്കിലുണ്ടെന്ന് പേരൻസിന് അറിയാം. അപ്പോൾ അവർ ആ ഒരു എതിർപ്പ് കാണിച്ചിട്ടില്ല എന്തായാലും. സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു ട്രേഡർ എന്ന് പറയുന്ന ഒരു പദവി എടുക്കാൻ കഴിഞ്ഞു. അതെ, സത്യം. ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് ആഗ്രഹമെങ്കിൽ എനിക്കൊരു ട്രാവലർ ആകാൻ ഭയങ്കര ആഗ്രഹമാണ്. ട്രാവൽ ചെയ്യണം. ഈ ട്രാവലറിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കൊരു പെർട്ടിക്കുലർ ജോബിൽ ഇരിക്കാൻ പറ്റില്ല ഒരിക്കലും. ഒന്നെങ്കിൽ നമ്മളെന്തെങ്കിലും ആ ട്രാവൽ ബേസ്ഡ് ജോബ് ചെയ്യണം. ഈ ടൂറിസം ആയാലോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണം. ബട്ട് ഒരു ട്രാവലറിന് അതിലും ആ ഒരു ഫീൽഡിൽ കയറുകയാണെങ്കിൽ അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സംശയമാണ്. കാരണം അത്രയും അവർ ട്രാവൽ ചെയ്യുമ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെ ഇരുന്നിട്ടും നമ്മളുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ലോസ് ഉണ്ടാവും, ഇല്ല എന്നല്ല, പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴാണോ വേണ്ടത് അത് എവിടെ ഇരുന്നാലും ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഏറ്റവും വലിയ മീൻസ് ഫൈനാൻഷ്യൽ ഫ്രീഡം സെക്യൂർ ചെയ്യാം. അതും എവിടെ ഇരുന്നിട്ടും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിന്. ഇപ്പോൾ ഇന്ന് വേണ്ടാന്ന് വെച്ചാൽ ചെയ്യണ്ട, നാളെ വേണമെങ്കിൽ നാളെ ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. അതിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ 5 days ഉണ്ടാവും മാർക്കറ്റ്. ക്രിപ്റ്റോ ആണെങ്കിലും വേറെ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24/7 മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ട്രേഡിങ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മീൻസ് നമുക്ക് സൈഡായിട്ടും ചെയ്യാം, ഫുൾ ടൈം ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ടൈം ഒരു പ്രശ്നമല്ല. അതായത് ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കാറും ഓടിക്കാൻ പറയുന്ന പോലെ തന്നെ ട്രേഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റും നമുക്ക് ട്രേഡ് ചെയ്യാം. അതുതന്നെയാണ്, നമുക്ക് ട്രേഡും ചെയ്യാം. മീൻസ് ടൈമോ ഡിസ്റ്റൻസോ മീൻസ് പ്ലേസോ ഡെസ്റ്റിനേഷനോ ഒന്നും ഒരു പ്രശ്നമല്ല. ഇൻ്റർനെറ്റ് ഉണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ, ട്രേഡിംഗ് ഈസ് പോസിബിൾ. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സൊക്കെ പെർഫെക്റ്റാണ്. അതിപ്പോൾ 4 ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓരോരാൾ ഓരോ സെക്ഷനിൽ പഠിപ്പിച്ചാണെന്നുണ്ടെങ്കിലും 4 പേരുടെ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ടറിൽ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് പഠിപ്പിക്കുന്നത്. എനിക്ക് അത്രയും ബെസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രാക്ടിക്കൽ സൈഡ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെ മെൻറ്റേഴ്സിൻ്റെ കൂടെ കുറച്ചും കൂടി അവർക്ക് ഇൻവോൾവ് ചെയ്ത് മെൻറ്റേഴ്സിൻ്റെ കൂടുതൽ പെർസ്പെക്റ്റീവ് മനസ്സിലാവും എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പോൾ എനിക്ക് അത്രയും മീൻസ് ടൈം മെൻറ്റേഴ്സിൻ്റെ കൂടെ ട്രേഡ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ക്ലാസ് വൈസ് ബെറ്ററാണ്, അടിപൊളിയാണ്. ബട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ സൈഡ് കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നും. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരിൽ എല്ലാവർക്കും എന്നെ പോലെ ഗ്രാസ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്നെക്കാൾ കുറവോ കൂടുതലോ മീൻസ് എല്ലാവർക്കും ഒരേപോലെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലവർക്ക് കുറച്ച് കൂടുതൽ ടൈം വേണ്ടി വരും, ചിലവർക്ക് കുറച്ച് ടൈമേ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈം പ്രാക്ടിക്കൽ സൈഡ് കിട്ടുമായിരുന്നെങ്കിൽ ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോൾ പ്രാക്ടിക്കൽ ലെവലിൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇപ്പം കമ്മ്യൂണിറ്റിയിൽ കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു 1 month 1.5 months കൊണ്ട് ഒന്നും ഫിനിഷ് ആവുന്നില്ല. നമ്മൾ 4 months ആ ഒരു സ്പേസിൽ നീ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് മാക്സിമം ഓൺലൈൻ ആണെങ്കിൽ ഇപ്പോൾ ഓഫ്ലൈനിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ലൈക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഈവനിങ് വരെയൊക്കെ നിങ്ങൾ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത്രയും നിങ്ങൾ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തു. ഇനി നമുക്ക് ഓൺലൈനിൽ മെന്റേഴ്സിന്റെ കൂടെ നിന്ന് ഒരു 1-on-1 ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് മറ്റുള്ള സ്റ്റുഡൻസ് നിങ്ങൾ സെലക്ട് ചെയ്ത സെഗ്മെന്റ് ആണോ ആ സെഗ്മെന്റിലുള്ള ട്രേഡേഴ്സ് ആയിട്ട് ഒരുമിച്ചിരുന്ന് ട്രേഡ് പഠിക്കുമ്പോൾ അത് വേറെ തന്നെ ആംഗിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഗ്രോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്രോഡർ സ്പേസ് ഉണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ഓഫ്ലൈനിൽ കാണുന്നുണ്ടാവും 18 to 20 ആൾക്കാരാണ്. പക്ഷേ അവിടെ ഓൾമോസ്റ്റ് 3,000+ ട്രേഡേഴ്സ് ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഓരോ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ഒരു 400-500
എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ടോ? ഇപ്പോൾ ഓപ്ഷൻ ബൈങ്ങിന്റെ കേസ് ആണെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന വർഷങ്ങളായിട്ടും മന്ത്സ് ആയിട്ടും ഇലിയാഡോട്സിന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. മെന്റേഴ്സ് തന്നെ 2 to 3 മെന്റേഴ്സ് ഇതിൽ ഈ ഒരു സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ക്ലാസ്സസ് ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഡിസ്കഷൻസ് ആ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് സെയിം കാര്യങ്ങൾ നമുക്ക് സോൾവ് ആയി കിട്ടും. ഓക്കെ, കമ്മ്യൂണിറ്റി എനിക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഓരോ അവിടുത്തെ സ്റ്റുഡൻസ് മീൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് ഓക്കെ ആണോ സർ എന്ന് ചോദിക്കുമ്പോൾ വിത്തിൻ 5 minutes എങ്കിലും മെൻറ്റേഴ്സ്, ഏതെങ്കിലും ഒരു മെൻറ്റേഴ്സ് ആയാലും മീൻസ് റിപ്ലൈ വന്നിട്ടുണ്ടാവും, ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലോ ഇല്ല. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി, നമ്മൾ ഡയറക്റ്റ്ലി ചോദിക്കുന്നുണ്ടാവില്ല. ബട്ട് വേറെ ഒരാൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റുഡൻറ്റ് ചോദിക്കുമ്പോൾ അത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മളടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിലൂടെ തിരുത്താൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ക്ലാസ് കഴിഞ്ഞാൽ ഇനി അത് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണം. എത്ര കാലം നിൽക്കുമോ അത്രയും കാലം യൂട്ടിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ബെറ്ററാണ്. ഇപ്പം ഡിസ്കോഡാണ് കറൻ്റ്ലി ആപ്പിലേക്ക് മാറണമെന്ന് പറയുന്നത്. ഷിഫ്റ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യേണ്ട ഫെസിലിറ്റീസും അതേപോലെ തന്നെ മെന്റേഴ്സ് ആയിട്ടുള്ള കുറച്ചും കൂടിയും പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ആ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും. ഓക്കെ.